ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സീ വേൾഡ്, അബുദാബി സീ വേൾഡിൽ കണ്ട പെൻഗ്വിൻ ഷോയാണ്. അപ്പോൾ അതിൽ പല ഐറ്റംസ് ഉണ്ടെങ്കിലും പെൻഗ്വിൻ ഷോയാണ് ഒരുമാതിരി വളരെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഡോൾഫിൻ ഷോ. അപ്പോൾ ഈ പെൻഗ്വിനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്റാർട്ടിക്കയിലൊക്കെ അത് കാണുന്നത് കൂടുതലും അന്റാർട്ടിക്കയിലാണ്. അതുപോലെ അതിനടുത്തുള്ള ചില ദ്വീപുകളിൽ, പിന്നെ ആസ്ട്രേലിയ, ന്യൂസിലൻഡ്, തെക്കേ അമേരിക്ക, ഇവിടെയൊക്കെയാണ് ഈ പെൻഗ്വിൻ, ഇതിൻ്റെ തീരപ്രദേശങ്ങളിലാണ് ഈ പെൻഗ്വിൻ കൂടുതലും കാണുന്നത്. അപ്പോൾ ഇവിടെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഒരു അന്റാർട്ടിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതേ തണുപ്പ്, അതേ കാലാവസ്ഥ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ പെൻഗ്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിറകുകളുണ്ട്, പക്ഷേ പറക്കാനൊന്നും കഴിയത്തില്ല. പറക്കണതിന് പകരം അത് നീന്താനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് പകുതി ഭാഗം കടലിലും, ഒരു ദിവസത്തിൻ്റെ പകുതി ടൈം കടലിലും പകുതി ടൈം കരയിലുമായിട്ടാണ് ഇത് ജീവിക്കുന്നത്. അതിൻ്റെ ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറു മത്സ്യങ്ങളും അതുപോലെ തന്നെ കടൽ ജീവികളും ഒക്കെയാണ്. ഇപ്പോൾ ഈ പെൻഗ്വിൻ മുട്ടയിടുന്നത് കരയിൽ വന്നിട്ടാണ്. ഒരു വർഷത്തിൽ ഒരു 2 മുട്ട വരെ ഒരു പെൺ പെൻഗ്വിൻ ഇടും. അപ്പോൾ ഇത് വിരിയിക്കുന്നത് ഇതിൻ്റെ കാലിൻ്റെ പാദത്തിന് ഇടയിൽ വെച്ചിട്ടാണ് ഇത് വിരിയിക്കുന്നത്. അപ്പോൾ ഈ അടയിരിക്കുന്ന സമയത്ത് ഈ പെൻഗ്വിനുകൾ ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ശരീരത്തിലെ കൊഴുപ്പ് തന്നെയാണ് അതിൻ്റെ ഭക്ഷണമായിട്ട് മാറുന്നത്. 2 തരം പെൻഗ്വിനുകളുണ്ട്. ഒന്ന് വലിയ പെൻഗ്വിൻ യഥാർത്ഥത്തിൽ ഒരു 40 കിലോ വരെയൊക്കെ വളരെ തൂക്കം വരും. അതൊരു 4 അടി പൊക്കം വരെ വെക്കും. ചെറിയ പെൻഗ്വിൻ എന്ന് പറയുമ്പോൾ അത് 1 കിലോയൊക്കെ കാണത്തുള്ളൂ. അത് 1 അടിയിൽ താഴെയുള്ളതിൻ്റെ പൊക്കം. ഈ പെൻഗ്വിനുകൾ അനേകതരം പെൻഗ്വിനുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെണ്ണത്തിൻ്റെ ടൈപ്പുകൾ ഞാൻ പറയാം. അപ്പോൾ പലതരം പെൻഗ്വിനുകളുണ്ട്. അതിൽ അവിടെ എഴുതി വച്ചിരിക്കുന്ന കുറച്ച് പെൻഗ്വിൻ്റെ പേരുകളൊക്കെ ഞാനിവിടെ പറയാം. ജെൻറ്റോ പെൻഗ്വിൻ, റോക്ക് ഹോപ്പർ പെൻഗ്വിൻ, കിങ് പെൻഗ്വിൻ, അല്ലെങ്കിൽ അതിന് ചക്രവർത്തി പെൻഗ്വിൻ എന്നും പറയും, ചിൻ സ്ട്രാപ്പ് പെൻഗ്വിൻ, അഡിലെ പെൻഗ്വിൻ, മക്രോണി പെൻഗ്വിൻ. ഇതൊക്കെയാണ് അവിടെ ഇങ്ങനെ നമ്മളെ ഈ സീ വേൾഡിൽ അവരിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന പെൻഗ്വിൻ, വിവിധ തരം പെൻഗ്വിനുകൾ. ഇനി നമുക്ക് പതുക്കെ പോളാർ ഓഷ്യൻ്റെ ആ ഭാഗത്തോട്ട് പോകാം. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെൻഗ്വിൻ ഷോ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി അവർ ഈ ജീവികളെല്ലാം ഈ ഒരുമാതിരി ഇരുട്ടത്തൊക്കെയാണ്, നമുക്കത് വീഡിയോയിൽ ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പെൻഗ്വിൻ്റെ കാര്യങ്ങൾ ഞാനിതിൽ കൂടെ കാണിച്ചു തരാം. അടുത്ത നമ്മൾ പോകുന്നത് പോളാർ റീജിയനിലോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പെൻഗ്വിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ഇവർ പോളാർ റീജിയനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് കേട്ടോ. തണുപ്പ് കാരണം അടുക്കാൻ പറ്റുന്നില്ല. അത് അവർ അതിൻ്റെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ടിങ്ങനെ അനങ്ങണത് കാണാം. ഇവിടെ വന്നപ്പോഴാണ് ഇച്ചിരി ലൈറ്റ് ഉള്ളത്. ഇത് പെൻഗ്വിൻ്റെ കേന്ദ്രമാണ്. പെൻഗ്വിൻ
അവരെ അവിടെ ഈ അന്റാർട്ടിക്ക ഈ നമ്മുടെ ആർട്ടിക്ക അന്റാർട്ടിക്ക ആ ക്ലൈമറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തണുപ്പ് കാരണം ഒരു രക്ഷയും. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ? തണുപ്പൊട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാരും തണുത്ത് പറിച്ച് നിൽക്കുക കേട്ടോ. തെങ്ങിന് മാത്രമേ നമുക്ക് കാണാൻ, ബാക്കിയുള്ള എല്ലാം ഇരുട്ടത്തായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അബുദാബി സീ വേൾഡിൽ കണ്ട പെൻഗ്വിൻ ഷോ ഇതാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.